ശരീരത്തിന് ഊർജ്ജസ്വലതയും ബലവും രോഗപ്രതിരോധ ശേഷിയും ആർജിക്കാൻ ഏറ്റവും നല്ല കാലമാണ് കർക്കിടകം എന്ന് ആയുർവേദം പറയുന്നു. ഔഷധങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സമയം കൂടിയാണത്. പണ്ടുള്ളവർ ഇക്കാലത്ത് പ്രത്യേക ഭക്ഷണരീതി തന്നെ തുടർന്നു വന്നിരുന്നു. അതാണ് പത്തില വയ്ക്കൽ. 10 വ്യത്യസ്ത തരം ചെടികളുടെ മൂപ്പെത്താത്ത ഇലകൾ ചെറുതായി നുറുക്കി ചിരകിയ തേങ്ങയും മറ്റു ചേരുവകളും ചേർത്ത് കറിവെച്ച് കഴിക്കുന്നതിന് പത്തിലക്കറി വയ്ക്കൽ എന്നും പേരുണ്ട്. പൊതുവെ പ്രചാരത്തിലുള്ളവ ഏതൊക്കെ എന്ന് പരിചയപ്പെടാം. താള് കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാഷ്യം എന്നിവയാൽ സമ്പന്നമാണ്. തൊലി നീക്കിയ ഇളം ഇലത്തണ്ടുകളും വിടരാത്ത ഇലകളും പത്തിലക്കറിക്ക് ഉപയോഗിക്കാം. നുറുക്കി പുളിവെള്ളത്തിൽ തിളപ്പിച്ചോ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ടോ മഞ്ഞൾപ്പൊടി തൂകി വെച്ചോ ചൊറിച്ചിൽ മാറ്റി വേണം ഉപയോഗിക്കുവാൻ. ചേമ്പ് കാൽസ്യം, ഫോസ്ഫറസ് ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു. തണ്ടുകളും വിടരാത്ത ഇലകളുമാണ് കറിയിൽ ഉപയോഗിക്കേണ്ടത്. ചേന ധാതുക്കൾ, വൈറ്റമിൻ, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഭക്ഷ്യനാരുകൾ എന്നിവ ഇതിലുണ്ട്. പച്ച നിറമുള്ള ഒറ്റത്തണ്ടും അതിൻ്റെ അറ്റത്ത് വിടർന്നു വരുന്ന തളിരിലയുമാണ് കറി വയ്ക്കേണ്ടത്. തകര ഔഷധ ഗുണം ഒട്ടേറെയുള്ള ചെടിയാണ് തകര. ദഹനശേഷി കൂട്ടും. ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, അലർജി എന്നിവ നിയന്ത്രിക്കും. അധികം മൂക്കാത്ത ഇലകളാണ് കറിക്കെടുക്കേണ്ടത്. ആനക്കൊടിത്തൂവ ഇരുമ്പ്, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. മൂക്കാത്ത ഇലകൾ പറിച്ച് ഗ്ലൗസ് ഇട്ട കൈകൾ കൊണ്ട് കശക്കി ഇതിലെ രോമങ്ങൾ കുടഞ്ഞു കളഞ്ഞ ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഈ രോമങ്ങളാണ് അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുന്നത്. കുമ്പളം ഭക്ഷ്യനാരുകൾ, ധാതു ലവണങ്ങൾ എന്നിവ ധാരാളമുള്ള കുമ്പളത്തിലെ ദഹനവ്യൂഹം ശുദ്ധമാക്കും. മൂപ്പെത്താത്ത ഇലകൾ പറിച്ചെടുത്ത് കൈപ്പത്തികൾക്കിടയിൽ വെച്ച് തിരുമ്മി ഇലയിലെ രോമങ്ങൾ കുടഞ്ഞു കളഞ്ഞ് കറി വയ്ക്കാം. മത്തൻ കാൽഷ്യം, ഫോസ്ഫറസ് ധാതുക്കൾ, വൈറ്റമിൻ എന്നിവ അടങ്ങിയിരിക്കുന്ന മത്തനില ദഹനം വേഗത്തിലാക്കും. വാത, കഫ, പിത്ത ദോഷങ്ങൾ നിയന്ത്രിക്കും. വെള്ളരി ധാരാളം വൈറ്റമിനുകളും ധാതു ലവണങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇലകളിലെ രോമം കളഞ്ഞ ശേഷം കറി വയ്ക്കാം. നെയ്യുണ്ണി ദുർമേധസ്, നീര്, പനി, ചുമ, ത്വക്ക് രോഗങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നു. മൂക്കാത്ത ഇലകൾ കറിക്കെടുക്കാം. ചീര കറി വയ്ക്കേണ്ടത് മൂക്കാത്ത തണ്ടുകളും ഇലകളുമാണ്. കാൽസ്യം, ഇരുമ്പ്, വൈറ്റമിൻസ് എന്നിവ ധാരാളമുണ്ട്. നേത്രരോഗങ്ങൾ, വാത, കഫ, പിത്ത ദോഷങ്ങൾ എന്നിവ ശമിപ്പിക്കും. ക്ഷീണം, വരൾച്ച എന്നിവയും അകറ്റും.